Morning. Today's class I am taking for giving you a bit of clarity on certain things. Okay. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് what is the difference between hypothesis space and version space? നിങ്ങൾക്ക് മനസ്സിലായോ? Hypothesis space and version space. ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? Hypothesis space എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if I say that my hypothesis class is the set of all straight lines, അങ്ങനെ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ എവിടെയാണോ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് അവിടെ പറയുന്നില്ല. സ്ട്രെയിറ്റ് ലൈൻ ആണ് ഹൈപ്പോത്തസിസ് ക്ലാസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ മൈ ഹൈപ്പോത്തസിസ് സ്പേസ് is any set of straight lines in any plane. It can be in 2-dimensional plane, it can be in 3-dimensional plane, it can be in 4-dimensional plane, it can be in whichever area. എല്ലാ സ്ട്രെയിറ്റ് ലൈൻസും ഈ ഹൈപ്പോത്തസിസ് സ്പേസിൽ വരും. എന്നാൽ വേർഷൻ സ്പേസ് എന്ന് പറയുന്നത് അതല്ല. യു റിമെമ്പർ ഐ ടോൾഡ് യു there is നമുക്ക് വേർഷൻ സ്പേസിന് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു a particular data set. Okay, അപ്പോൾ ഈ പറയുന്നത് പോലെ അല്ല വേർഷൻ സ്പേസ്. വേർഷൻ സ്പേസിൽ if I say that the version space is a straight line, hypothesis space is a straight line for a particular data set, ആ ഡേറ്റ സെറ്റിന്റെ പോസിറ്റീവും നെഗറ്റീവ് വാല്യൂസും ഞാൻ എടുത്തിട്ട് there are positive values, there are കുറെ നെഗറ്റീവ് വാല്യൂസ് ഓൾസോ. ഇതിന്റെ അകത്ത് to divide the positive class from the negative class I should be able to draw a line. അപ്പൊ ഈ ലൈൻ എങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്? ഐ ഷുഡ് ഡ്രോ ഇതിന്റെ അകത്ത് ഇപ്പൊ ഇതില്ലാന്ന് ഞാൻ അസ്യൂം ചെയ്യും, കാരണം ഇത് ഉണ്ടെങ്കിൽ ഇവിടെ ലൈൻ വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, എന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ലൈൻ ആണല്ലോ ഹൈപ്പോത്തസിസ് സ്പേസ്. അപ്പൊ എന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ഇസ് ദിസ് ലൈൻ. ഈ മൂന്നെണ്ണം വരുന്ന ലൈനാണ് സ്പെസിഫിക് ഹൈപ്പോത്തസിസ്. ആൻഡ് ജനറൽ ഹൈപ്പോത്തസിസ് ഇതൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. ഈ പോയിന്റും കൂടെ വരുന്നതാണ് ജനറൽ ഹൈപ്പോത്തസിസ്. ഇതിന്റെ ഇടയിൽ വരുന്ന എല്ലാ ലൈനുകളും ഏത് രീതിയിലും ആയിക്കോട്ടെ, എല്ലാ ലൈനുകളുമാണ് വേർഷൻ സ്പേസ്. ഇതെല്ലാം പോസിബിൾ ഫോർ ദിസ് പർട്ടിക്കുലർ ഡേറ്റാ സെറ്റ്. ഓൾ ദീസ് ലൈൻസ് ആർ പോസിബിൾ ഫോർ ദിസ് പർട്ടിക്കുലർ ഡേറ്റാ സെറ്റ്. അതിനെയാണ് വേർഷൻ സ്പേസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ് സ്പേസ് അങ്ങനെയല്ല. ഹൈപ്പോത്തസിസ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഏത് പ്ലെയിനിൽ വരുന്ന ഏത് ലൈനും ഈ ഹൈപ്പോത്തസിസ് സ്പേസിൽ ഉണ്ടാവും. So if this is my hypothesis space, my version space will be a subset of this hypothesis space. I hope you understood what is the difference between hypothesis space and version space. രണ്ടും ഒന്നല്ല. ജിയുടെയും എസിന്റെയും ഇടയിൽ വരുന്നത് വേർഷൻ സ്പേസ് ആണ്. ഓക്കെ, ആ വേർഷൻ സ്പേസ് ഏത് ടൈപ്പ് ആയിരിക്കും എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഹൈപ്പോത്തസിസ് സ്പേസ്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് വി സി ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞ് ഈ വി സി ഡയമെൻഷൻ ഒന്നുകൂടെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഷാറ്റർ ചെയ്യുന്ന സെറ്റ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. സപ്പോസിങ് ദാറ്റ് ഞാൻ ഈ എല്ലാ എക്സാമ്പിൾസിലും ഉപയോഗിക്കാൻ പോകുന്നത് എക്സ് എന്ന് പറയുന്ന എൻ്റെ ഡേറ്റ സെറ്റ് ഇസ് ഇൻ ആർ റിയൽ നമ്പേഴ്സ്. Okay, so they can be points in a 2-dimensional plane. So xy പ്ലെയിനിലുള്ള നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ പോയിന്റ്സ് ആണ് ഈ എൻ്റെ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എനിക്ക് എന്തോ ഇതാണ് എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി ഐ ആം ഗോയിങ് ടു ചേഞ്ച് ദ ഡിഫറെന്റ് ഹൈപ്പോത്തസിസ് സ്പേസ് and see where it shatters for each hypothesis space. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ say that I have got H എന്ന് പറയുന്നത് is horizontal lines. ഓക്കെ, ഈ XY പ്ലെയിനിൽ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതാണ് XY plane. So this is the X axis and this is the Y axis. A horizontal line will always lie parallel to the X axis. അപ്പോൾ ഇതെല്ലാം
ഈ ഹൈപ്പോത്തസിസ് സ്പേസിൽ വരുന്ന ലൈനുകളാണ്. ഓക്കെ, സോ എനി ലൈൻ വിച്ച് ഇസ് പാരലൽ ടു ദി എക്സ് ആക്സിസ് ഇസ് മൈ ഹൈപ്പോത്തസിസ് സ്പേസ്. സോ ഈ എക്സിനും ഈ എച്ചിനും എന്താണ് വി സി ഡയമെൻഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുടങ്ങുന്നത് എപ്പോഴും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ 1 പോയിന്റ് x1 മാത്രമുള്ള ഒരു സ്പേസ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് x and this is y. I have got a point over here which is ഈ പോയിന്റ് എന്തെല്ലാം ആകാം. x1 മാത്രമാണ് എനിക്ക് ഉള്ളതെങ്കിൽ this point can either be a 0 or this point can be a 1. If this point is a 0, then it is a negative example. Okay, so ഈ പോയിന്റ് ഒരു നെഗറ്റീവ് എക്സാമ്പിൾ ആണ്. Can I draw a horizontal line that will be able to classify a single point? ഈസി ആയിട്ട് വരയ്ക്കാം. ഇതിന് ഒന്നെങ്കിൽ ഇതൊരു ലൈനാണ് വിച്ച് ക്യാൻ ഡിസ്റ്റിംഗ്വിഷ്. ഇതിന് മുകളിൽ കിടക്കുന്നതെല്ലാം നെഗറ്റീവ് എക്സാമ്പിൾസും ഇതിന് താഴെ കിടക്കുന്ന എല്ലാം പോസിറ്റീവ് എക്സാമ്പിൾസും നമുക്ക് അസ്യൂം ചെയ്യാം ബൈ ദിസ് എക്സാമ്പിൾ. ഇനിയല്ല, അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലൈൻ, അനദർ പാരലൽ ലൈൻ വിച്ച് ഇസ് പാരലൽ ടു ദി എക്സ് ആക്സിസ് വിച്ച് ഇസ് പോസിബിൾ. ഇത് ഇങ്ങനെ എനിക്ക് വരയ്ക്കാം. അപ്പം ഇവിടെ വാട്ട് ഐ എം സേയിങ് ഇസ് താഴെ കിടക്കുന്നതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്, മുകളിൽ കിടക്കുന്നതൊക്കെ പോസിറ്റീവ് എക്സാമ്പിൾസ്. ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് വരയ്ക്കാം. വാട്ട് എവർ ഇറ്റ് ഇസ് ഐ എം ഏബിൾ ടു draw a parallel line which will be able to classify a single point. So VC dimension 1 0 possible. ഇനി 0ക്ക് പകരം 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ again the same line which is parallel or any other line which is parallel, and ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ താഴോട്ടുള്ളതെല്ലാം പോസിറ്റീവ് എക്സാമ്പിൾസ് ആണ്, മുകളിലോട്ടുള്ളതെല്ലാം നെഗറ്റീവ് എക്സാമ്പിൾസ് ആണ് വിത്ത് 1 ഡേറ്റ പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. സോ that is possible. ഇനി ഇതല്ലെന്നുണ്ടെങ്കിൽ instead of this parallel line I can have a line, any line which is below this, and മുകളിലോട്ടുള്ളതൊക്കെ പോസിറ്റീവും താഴോട്ടുള്ളതൊക്കെ നെഗറ്റീവ് എന്ന് പറയാം. വാട്ട് എവർ ഇറ്റ് ഇസ്, എനിക്ക് ഒരു പോയിന്റേ ഉള്ളെങ്കിൽ അത് 0 ആയാലും കൊള്ളാം 1 ആണെങ്കിലും കൊള്ളാം. there is a parallel line which I can draw to the x-axis which will allow me to classify that as a positive point or a negative point. അപ്പൊ രണ്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ട് എനിക്ക് വരയ്ക്കാനായിട്ട് പറ്റും. സോ വി സി ഡയമെൻഷൻ 1 is shattered. എല്ലാ പോസിബിലിറ്റീസും അവിടെ വി ഹാവ് ടേക്കൺ കെയർ ഓഫ്. ഓക്കെ, സോ അവിടെ നിൽക്കട്ടെ. 1 ഷാറ്റേർഡ് ആണെന്ന് പിടികിട്ടി. ഇനി സപ്പോസിങ് ഈ സ്പേസിൽ ഐ ഹാവ് ഗോട്ട് 2 points x1 x2. ഓക്കെ, ഈ 2 points എന്ന് പറയുന്നത് ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയുമാണെന്ന് വിചാരിക്കുക. ഇനി ഇവിടെ എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് ഉള്ളത്? ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ പോസിറ്റീവ് എന്ന് എഴുതുന്നതിന് പകരം പോസിറ്റീവ് എല്ലാത്തിനെയും 1 1 എന്ന് എഴുതാം. സോ പോസിറ്റീവ് 1 1, അല്ലെങ്കിൽ 1 0, അല്ലെങ്കിൽ 0 1, അല്ലെങ്കിൽ 0 0. ഈ രണ്ട് പോസിബിലിറ്റീസ് ആണല്ലോ ഉള്ളത്. അപ്പൊ ഇത് x1 ഇത് x2 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടും പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഒരു ലൈൻ വിച്ച് ഇസ് പാരലൽ ടു ദി എക്സ് ആക്സിസ് വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാം. ഇവിടെ ഒന്നെങ്കിൽ വരയ്ക്കാം പോസിറ്റീവ് ലൈൻ, അല്ലെങ്കിൽ ഇതിന്റെ അടി വരച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ഇതും പോസിബിൾ ആണ്, ഇതും പോസിബിൾ ആണ്, ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, സോ ഇത് പോസിബിൾ ആണ്. ഇനി നമുക്ക് x1 പോസിറ്റീവും ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണെങ്കിൽ is it possible to draw a straight line parallel to the x-axis which divides the two classes? Easily possible. ഇതിന്റെ നടുക്കുള്ള ഏതെങ്കിലും ഒരു ലൈൻ which is parallel to the x-axis. സിമ്പിൾ ആണ്. സോ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് നമ്മൾ ആരോ ഇടുന്നു. സോ മുകളിലോട്ടുള്ളതൊക്കെ പോസിറ്റീവ് ആണ്, താഴോട്ടുള്ളതൊക്കെ നെഗറ്റീവ്. ഇവിടെയും പോസിബിൾ ആണ്. ഓക്കെ, ഇനി ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും, x1 നെഗറ്റീവും x2 പോസിറ്റീവും, ഇതും പോസിബിൾ ആ. സെയിം മറ്റേത് ചെയ്തതുപോലെ തന്നെ മുകളിലോട്ടല്ല ഇപ്പൊ ആരോ, ഇപ്പം പോസിറ്റീവ് സൈഡ് താഴോട്ടായതുകൊണ്ട് ആരോ താഴോട്ടാണെന്നുള്ളത് മാത്രമല്ല. ഇതിന്റെ ഇടയിൽ ഏത് ലൈൻ വേണേലും വരയ്ക്കാം which is parallel to x. So that is also possible. Okay, പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ is both are
നെഗറ്റീവ്. x1 and x2 ആർ നെഗറ്റീവ്. ഇവിടെയും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഈ ലൈൻ ഇങ്ങോട്ട്, സോ ഇതിന് മുകളിൽ കിടക്കുന്ന എല്ലാം നെഗറ്റീവ് ആണ്, താഴോട്ടെല്ലാം പോസിറ്റീവ് ആണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഇങ്ങനെ ആരോ കൊടുക്കുക, അപ്പം മുകളിലോട്ട് കിടക്കുന്ന എല്ലാം പോസിറ്റീവ് ആണ്, താഴോട്ട് കിടക്കുന്ന എല്ലാം നെഗറ്റീവ്. ഇത് ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ all the combinations for two elements in this data space with this particular hypothesis is also shattered. So 2 shattered. VC dimension 2 shattered. ഇനി നമുക്ക് 3 നോക്കാം. ത്രീ ആണ് നോക്കുന്നതെങ്കിൽ അതിന്റെ 3 points x1, x2, x3. Now remember 3 points ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഏകദേശം ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കണം നമ്മൾ ആ പോയിന്റ്സിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. കൊലീനിയർ ആയിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ സ്പെഷ്യൽ കേസസ് ആണ്. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡ്രോ ഇറ്റ് 3 ആയിട്ട് വരയ്ക്കുമ്പോൾ 2 എണ്ണം സെയിം ലൈനിലും ഒരെണ്ണം ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കണം നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, 4 ആണെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഷേപ്പിലായിരിക്കണം നമ്മൾ വരയ്ക്കുന്നത്. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഏകദേശം ഈക്വി ഡിസ്റ്റന്റ് ആയിട്ട് ഈ പോയിന്റ്സ് നിൽക്കത്തക്കണം വേണം നമ്മൾ എപ്പോഴും പോയിന്റ്സിനെ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ x1, x2, x3 ഏതെല്ലാം കോമ്പിനേഷൻസ് ആണ് there? We know 0, 0, 1, 0, 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1, 1, 0, 0, 1, 0, 1, 1, 1, 0, 1, 1, 1. ഇതൊക്കെയാണല്ലോ പോസിബിലിറ്റീസ് ഉള്ളത്. So say that my x1 is here, x2 is here, and x3 is here. Okay, ഈ രീതിയിലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. So first, all are negative. So I have a negative point here, a negative point here, and a negative point here. Is it possible to draw a horizontal line that will classify all the negative points? Possible or not? This is possible, or you can simply draw this. That is possible. So our combination is possible. Okay, now supposing I have 1 and 2 negative plus 3, but 3 is positive. Is it possible to draw a horizontal line which will allow me to classify this? Is it possible or not? Check here, I need to draw a horizontal line to x. ഈ particular case ൽ ഒരു horizontal line ഉം എക്സിൻ്റെതായിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവും നെഗറ്റീവിനെയും എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഇത് ഷാറ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഈ പ്ലസ് ഇവിടെ വന്നിട്ട് ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നടക്കത്തില്ല, അല്ല ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നടക്കും, ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഈ പ്ലസ് ഇവിടെ വന്നിട്ട് ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ വീണ്ടും നടക്കത്തില്ല. സോ ഹിയർ ഇറ്റ് ഇസ് നോട്ട് ഷാറ്ററബിൾ. ഓക്കെ, ഇതിനെ ഷാറ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ വാട്ട് ഇസ് ബി സി ഡയമെൻഷൻ? ഈ പർട്ടിക്കുലർ കേസിൽ ബി സി ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു 2. 2-ൻ്റേത് നമുക്ക് ഷാറ്റർ ചെയ്യാൻ പറ്റും, പക്ഷെ 3-യുടേത് ഷാറ്റർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഒരെണ്ണം ചെയ്യുമ്പോൾ ഷാറ്റർ ചെയ്യാൻ പറ്റാത്തപ്പോൾ തന്നെ അവിടെ പരിപാടി നിർത്തിയാൽ മതി. അതിന് തൊട്ട് മുകളിലത്തേതാണ് ബി സി ഡയമെൻഷൻ. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് എക്സാമ്പിൾ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇത് ലൈനിന്റെ എക്സാമ്പിൾ ആണ്, very similar to what I already showed you in the previous class. Okay, ini let us say that I got again an xy plane. My hypothesis space is not a horizontal line. Instead, I have my hypothesis space is a circle, with positive examples inside the circle. Inside the circle. ഇതാണ് എൻ്റെ ഹൈപ്പോത്തസിസ്. എക്സ് വൈ പ്ലെയിനിൽ പോയിന്റ്സ്, അതിന് മാറ്റമൊന്നുമില്ല. എക്സ് വൈ പ്ലെയിനിൽ പോയിന്റ്സ്, പക്ഷെ എൻ്റെ ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് പറയുന്ന സർക്കിൾ ആണ്. ആ സർക്കിളിന്റെ അകത്തായിരിക്കണം പോസിറ്റീവ് എക്സാമ്പിൾസ്, വെളിയിലായിരിക്കണം നെഗറ്റീവ് എക്സാമ്പിൾസ്. അങ്ങനെ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ വി ആർ ടേക്കിംഗ് അഗെയിൻ ദി എക്സ് വൈ പ്ലെയിൻ. കാരണം പോയിന്റ്സ് നമ്മുടെ എക്സ് വൈ പ്ലെയിനിന്റെ അകത്താണല്ലോ. ഓക്കെ, ആൻഡ് ആദ്യം ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, x1. ഈ പോയിന്റ് ഒന്നെങ്കിൽ 0 ആകാം അല്ലെങ്കിൽ 1 ആകാം. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് നെഗറ്റീവ് എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ. ഒരു നെഗറ്റീവ് എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ. ഡ്രോ
പറഞ്ഞിരിക്കുന്നത് എന്തോ സർക്കിൾ വിത്ത് ദ പോസിറ്റീവ് എക്സാമ്പിൾസ് ഇൻസൈഡ് ദ സർക്കിൾ. നെഗറ്റീവ് വെളിയിലായിരിക്കുന്ന ഏതെങ്കിലും ഒരു സർക്കിൾ വരയ്ക്കും. ഇതിന്റെ അകത്ത് ഇപ്പൊ ഒന്നുമില്ല, പക്ഷെ നെഗറ്റീവിന്റെ അകത്തല്ലല്ലോ. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ സർക്കിൾ നമുക്ക് ഹൈപ്പോത്തസിസ് സ്പേസിൽ വരുന്ന സർക്കിൾ തന്നെയാണ്. അതുകൊണ്ട് അത് കറക്റ്റാ. ഈ ഹൈപ്പോത്തസിസ് ഈ പർട്ടിക്കുലർ സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിനെ കൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, നൗ സേ ദാറ്റ് ഇത് പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സർക്കിൾ വരയ്ക്കുമ്പം പോസിറ്റീവ് എക്സാമ്പിൾസ് ഇതിന്റെ അകത്തായിരിക്കണം. അപ്പൊ ആ പോസിറ്റീവ് അകത്ത് വരുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുക. അന്നേരം ബാക്കി എല്ലാ പോയിന്റും വെളിയിലായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ ദിസ് 1 എന്ന് പറയുന്നത് ഷാറ്റേർഡ് ആണ്. 0 ആണേലും 1 ആണേലും if it is a positive example or a negative example, I can draw a circle which can bring only the positive examples inside. That is fine. ഇനി x1 ഉം x2 ഉം ഉള്ള കേസ്. Okay, x1 ഉം x2 ഉം ഉള്ള കേസ് ആണെങ്കിൽ our options are 0 0 0 1 1 0 1 1. Okay, so I am drawing first 0 0 negative values. വളരെ സിമ്പിൾ ആണ്. ഈ രണ്ടെണ്ണം കേറാത്ത ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് ഷാറ്റേർഡ് ആണ്. മൈനസ് മൈനസ് ആയി. ഓക്കെ, നൗ ഐ ഹാവ് ഗോട്ട് 1 is മൈനസ് ആൻഡ് ദി അതർ ഇസ് പ്ലസ്. സിമ്പിൾ ആ. ഈ സർക്കിള് ഈ പ്ലസിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വരയ്ക്കാം, നെഗറ്റീവ് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നാൽ മതി. അതും ഓക്കെയാണ്. ഓക്കെ, ഇനി ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവ് ആണെങ്കിൽ ആ സർക്കിൾ ഇങ്ങോട്ട് വരച്ചാൽ മതി, അപ്പോഴും അത് ഓക്കെയാണ്. ഓക്കെ, ഇനി രണ്ടും പോസിറ്റീവാണ്, കുഴപ്പമില്ല. രണ്ടും കേറുന്ന പോലത്തെ ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, സോ in 2 also all the combinations are possible. So we see dimension 2 ഉം shattered ആണ്. ഈ 3 shattered ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. Okay, so x3 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഇതാണ് എൻ്റെ combinations. So I'm going to draw in the circular format. So I mean triangular format. Minus minus minus. Okay, ഈ മൂന്നും വെളി കിടക്കുന്ന രീതിയിൽ ഞാൻ ഒരു സർക്കിൾ വരച്ചാൽ മതി. That is okay. Okay, ഇനി മൈനസ് മൈനസ് പ്ലസ്. സിമ്പിൾ ആണ്. ഈ പ്ലസ് ബേസ് ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കാം, അതും ഓക്കെയാണ്. ഓക്കെ, ഇനി മൈനസ് പ്ലസ് മൈനസ് ഇതേ ബേസ് ചെയ്ത് സർക്കിൾ വരയ്ക്കാം, അതും ഓക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത എന്തുവാ? മൈനസ് പ്ലസ് പ്ലസ് ഇത് രണ്ടും കൂടെ അടങ്ങുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കാം, അതും ഓക്കെയാണ്. ഓക്കെ, ഇനി ഇതാണ് പ്ലസ് മൈനസ് മൈനസ് ഇതിനെ ബേസ് ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കാം. ഇനി ഓക്കെ, ഇനി എന്തുവാ? പ്ലസ് മൈനസ് പ്ലസ് ഇത് രണ്ടിനെയും ബേസ് ചെയ്ത് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് പ്ലസ് പ്ലസ് മൈനസ്. പ്ലസ് പ്ലസ് മൈനസ് ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്ത് സർക്കിൾ വരയ്ക്കാം. The next possibility is minus plus plus plus. അപ്പം 3ലും it is shattered. Okay, so now we see 3യും okay ആണ്. ഇനി 4 ചെക്ക് ചെയ്യാം. Okay, I told you 4 ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ 4 ചെക്ക് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്? ട്രയാങ്കുലർ സ്പേസിൽ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ ആയിട്ട് നമ്മൾ ആ വാല്യൂസ് ഇടണം. അപ്പൊ അന്നേരം 16 ഓപ്ഷൻസ് ഉണ്ട്. 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1 0 1 0 0 0 1 sorry 0 1 0 1 0 1 1 0 0 1 1 1 then 1 0 0 0 1 0 0 1 1 0 0 0 1 0 1 0 1 1 1 0 sorry
1 0 0 1 1 0 1 1 1 1 0 1 1 1 1 1 2 3 4 correct. Okay, so we are starting with minus 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 minus. ഈ നാലും വെളിയിൽ കിടക്കുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചാൽ അത് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഓക്കെ, ഈ 0 0 0യുടെ സ്ഥാനത്ത് 1 1 1 1 വന്നാലും ഈ നാലും ഒന്നിച്ച് കിടക്കുന്ന പോലെ വരച്ചു കഴിഞ്ഞാൽ അതും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇനി മൈനസ് 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 പ്ലസ് ഇതിനെ മാത്രം ബേസ് ചെയ്ത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ്. സോ ഒരു 1 മാത്രമുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെയാ വരുന്നത് 0 0 ഈ 1. സോ അതും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 1 മാത്രം വരുന്നു, വേറെ ഒന്നും ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, സോ ഈ 3 ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് 2 1 വരുന്നു, മൈനസ് മൈനസ് പ്ലസ് പ്ലസ് ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ചെയ്യാം. സോ 2 കോൺസിക്യൂട്ടീവ് വൺസ് വരുന്നിടത്ത് നമുക്ക് അതിനെ ഈ രീതിയിലും ചെയ്യാൻ പറ്റും, ഈ രീതിയിലും ചെയ്യാൻ പറ്റും, ഈ രീതിയിലും ചെയ്യാൻ പറ്റും, ഈ രീതിയിലും ചെയ്യാൻ പറ്റും. സോ കോൺസിക്യൂട്ടീവ് വൺസ് 2 കോൺസിക്യൂട്ടീവ് വൺസ് വരുന്നത് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 2 കോൺസിക്യൂട്ടീവ് വൺസ് വരുന്നത് അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, സോ ഇവിടെ ഒരു 1 മാത്രമേ വരുന്നുള്ളൂ, അത് നമ്മൾ ഓൾറെഡി കണ്ടു, അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ 0 1 0 1. ഇതാണ് നമ്മുടെ വിഷയക്കാരൻ. മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഇതിനെ വരയ്ക്കാം, ഇത് കുഴപ്പമില്ല. സോ അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഈ രീതിയിൽ ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്ന വാല്യൂസിനെ നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ സർക്കിൾ ആണെന്ന് ഓർത്തോണം, എലിപ്സ് അല്ല. ഓക്കെ, സോ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസിന് പറ്റുന്നത് കിട്ടിയാൽ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. സോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വരയ്ക്കാനായിട്ട് ഈ ഓപ്പോസിറ്റ് ആംഗിൾസിൽ കിട്ടുന്നതിനെ വരയ്ക്കാനായിട്ട് പറ്റത്തില്ല. ബാക്കി എല്ലാം തന്നെ കോൺസിക്യൂട്ടീവ് വൺസ് ആണ്, ഇതെല്ലാം കോൺസിക്യൂട്ടീവ് വൺസ് ആണ്, അതിനെ ഒന്നിച്ച് സർക്കിൾ ചെയ്യാൻ പറ്റും. ഇത് കോൺസിക്യൂട്ടീവ് വൺസ് ആണ്, ഇതെല്ലാം 1 ആണ്. ഈ 3 ഓക്കെ, ഇത് ഈ 3 1 1 1 0 1 1 1 0 ഇതിൻ്റെ അകത്ത് ഈ മൈനസ് ദൂരെ മാറി ഇരിക്കുവാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ പർട്ടിക്കുലർ എക്സാമ്പിൾസിന് പറ്റാതെ വരിക എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാ കേസിലും VC4ഉം ഇവിടെ ഷാറ്റേർഡ് ആണ്. ഇഫ് ദീസ് പോയിന്റ്സ് ആർ ഇൻ സച്ച് എ വേ ദാറ്റ് ആ റേഡിയസിന് മാറിയാണ് ഇരിക്കുന്നതെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എല്ലാ കേസുകളിലും പറ്റണമെന്നില്ല. ഓക്കെ, സോ ഇനി 5 പോയിന്റ്സ് ഉള്ളത് നോക്കുക. ഓക്കെ, പർട്ടിക്കുലർ പോയിന്റ്സ് ലൈക്ക് കൊലീനിയർ ആയിരിക്കണം, ഡിസ്റ്റൻസ് ഇത്ര ആയിരിക്കണം, അതൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ കേസിൽ സർക്കിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഓൾ ദീസ് പോയിന്റ്സ് ആർ ഇനഫ് ഡിസ്റ്റന്റ് അവേ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വരയ്ക്കാനായിട്ട് പറ്റത്തില്ല. അവർ DC dimension will be 3. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലാത്ത കാരണം we have to assume that there is a circle which we can draw. Okay, any points which can be drawn എന്നുള്ള പറയുന്നത്. സോ ആ മൈനസ് പോയിന്റ് ഇച്ചിരി ദൂരെയാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ദെൻ DC dimension will be equal to 4 is also possible. ഇനി 5 ഇതേപോലെ കോമ്പിനേഷൻസ് ഫോർ 5 എടുക്കണം. 5 എടുക്കുമ്പോഴും നമ്മൾ ഇക്വിഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും നമ്മൾ നോർമലി എടുക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഈ കേസിൽ എനിക്കൊരു സർക്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കേസ് പോലെ തന്നെ ഐ ഹാവ് ടു ഡ്രോ ഈ ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ദിസ് must stay out of the circle's radius and this must stay out of the circle's radius. So നിങ്ങൾ എഴുതുമ്പോൾ you have to say that VC dimension for 4 പഴയ കേസിൽ 4
is shattered if the negative points are distant from the positive points. ഓക്കെ, ആ രീതിയിൽ പറഞ്ഞെങ്കിൽ മാത്രമാണ് സർക്കിളിൽ വരുന്നത്. സർക്കിളിന് മോസ്റ്റ് പ്രോബബ്ലി എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 6ന് ചെയ്യാം, 7 അങ്ങനെ എല്ലാം ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ അവർ ബി സി ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു ഫോർ ദാറ്റ് പെർട്ടിക്കുലർ എക്സ് വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇതിപ്പോ റിയൽ എക്സ് വൈ പ്ലെയിനിലുള്ള നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം വി ഹാവ് ടു അസ്യൂം ദാറ്റ് there is at least one set which can be drawn. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി സി ഡയമെൻഷൻ 4 ഷാറ്റേർഡ് ആയിരിക്കും. ഹൈപ്പോത്തസിസ് സ്പെസിഫിക് ആയിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഷാറ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളത് ആ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് വേണം തരാനായിട്ട്. ലൈക്ക് ലൈൻ ഹൊറിസോണ്ടൽ ടു എക്സ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ മാറി. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എനി ലൈൻ, ഇറ്റ് ഇസ് എ ലൈൻ വിച്ച് ഇസ് ഹൊറിസോണ്ടൽ ടു എക്സ്. ഓക്കെ, സോ ആ രീതിയിൽ വേണം ഇതിൻ്റെ അകത്ത് നോക്കാൻ. നൗ അടുത്ത ഒരു എക്സാമ്പിൾ, സേ ദാറ്റ് ഇതിപ്പോ സർക്കിൾ ആയിരുന്നല്ലോ വരച്ചത്. Okay, say that my hypothesis space is not a circle. Okay, it is a rectangle. The same സംഭവം, but it is a rectangle. അപ്പോൾ ഒരു പോയിന്റ് മാത്രമേ ഉള്ളെങ്കിൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് and say that all the positive examples are inside the rectangle. അപ്പം ഇങ്ങനെ വരയ്ക്കാം. ഇത് നെഗറ്റീവ് എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വെളിയിലുള്ള ഒരു റെക്ടാങ്കിളിനെ വരച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എക്സാമ്പിളിനെ വരയ്ക്കാം. അത് 1 പോയിന്റ്. ഓക്കെ, ഇനി 2 പോയിന്റ്സിൻ്റെത് ഞാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 2 പോയിന്റ്സിൻ്റെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഗോട്ട് two positive examples, 2 negative examples, 1 positive and 1 negative, 1 negative and 1 positive. ഇതിനെ റെക്ടാങ്കിൾ പോസിറ്റീവ് എലിമെന്റ്സ് ഇൻസൈഡ് ആയിട്ട് വരുവാണെങ്കിലും ഐ ക്യാൻ ഡ്രോ ഹിയർ. Okay, I can draw a rectangle. സർക്കിളിനെക്കാട്ടും ബെറ്റർ എലിപ്സ് ആണ് എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് എല്ലാ പോയിന്റ്സിനെയും നമുക്ക് ഷാറ്റർ ചെയ്യാനായിട്ട് പറ്റും എലിപ്സിന്റെ കേസിൽ ഫോർ അവർ പ്രീവിയസ് എക്സാമ്പിൾ. സർക്കിൾ എന്ന് വരുമ്പോൾ there is a condition that has to be applied. ആ കണ്ടീഷനെ അപ്ലൈ ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ കണ്ടീഷൻ ഇല്ലെങ്കിൽ യു ഹാവ് ടു സേ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് VC3 വരെ ഷാറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയേണ്ടതായിട്ട് വരും. Okay, now if 2 examples in a rectangle possible ആണ്. ഇനി what about if we have 3? Okay, so plus 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 minus, so 1 1 1 1 1 0 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1. Okay, so this is 1, this is 2, this is 3. So it is positive, negative, positive. Okay, positive, negative, 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 positive, positive, negative, positive, negative, 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 positive, negative, negative, negative. ഓക്കെ, ഇതിന്റെ വെളിയിൽ കിടക്കുന്ന ഏത് റെക്ടാങ്കിൾ വരച്ചാലും ഇത് സാറ്റിസ്ഫൈ ആവും. ഇതിന്റെ അകത്ത് കിടക്കുന്നത് ഇതിവിടെ വരയ്ക്കാം, ഇതിവിടെ വരയ്ക്കാം, ഇത് രണ്ടും കണ്ടെയ്ൻ ചെയ്ത് ഇത് വരയ്ക്കാം, ഇത് രണ്ടും കണ്ടെയ്ൻ ചെയ്ത് ഇത് വരയ്ക്കാം. ഇത് the space, 2 spaces shattered. Okay, so sorry, 3 is also shattered. ഇനി 4 shatter ആകുന്നു. Okay, now 4ന്റെ കേസിൽ നോർമലി നമുക്കിപ്പം ഈ കേസുകളാണ് നമ്മുടെ വിഷയക്കാർ. പ്ലസ് പ്ലസ് മൈനസ് മൈനസ്, ഈ കേസാണ് നമ്മുടെ വിഷയം. ആൻഡ് ദിസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. ഓക്കെ, ഈ 2 കേസുകളാണ് നമുക്ക് വിഷയം. ഈ 2 കേസുകളിൽ you can simply draw any rectangle is possible അല്ലേ? ഇത് പോസിബിളാ. അപ്പോൾ 4ഉം നമുക്ക് ഷാറ്റർ ആയി. ഇനി 5 ചെക്ക് ചെയ്യാം.
ഓക്കെ, എല്ലാ പോസിബിലിറ്റീസും നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെ നെടുകെ പിടിച്ചിരിക്കുന്ന 16 പോസിബിലിറ്റീസും ചെക്ക് ചെയ്യുക. 4ഉം ഇവിടെ ഷാറ്റേർഡ് ആണ്. 5 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ then we have this plus minus plus minus plus. ഈ കേസിലും all the possibilities are there. ഇനി 6ന്റേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന കേസുകളാണ് നോർമലി നമുക്ക് വിഷയമായി വരുന്നത്. ഓക്കെ, സോ ആ കേസുകൾക്ക് നമുക്ക് ഓക്കെ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഈ 3 പ്ലസ് ആണ് മൈനസ് ആണ്. ഇങ്ങനെ എല്ലാ കോമ്പിനേഷൻസും വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണം. എന്നിട്ട് ഏത് പോയിന്റ് വെച്ചിട്ടാണോ നമുക്ക് വരയ്ക്കാൻ പറ്റാതെ വരുന്നത് അവിടെ വെച്ചാണ് ഷാറ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ടത്. ആൻഡ് ഇറ്റ് വിൽ സ്റ്റോപ്പ്. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്കൊരു അസൈൻമെന്റ് പോലെ തരും, ഒരു ട്യൂട്ടോറിയൽ പോലെ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ VC dimension you have understood. With this I am ending today's class. Thank you.